ബാർ കേസിൽ വിജിലൻസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വിജിലൻസ് ഇല്ലെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ബിജു രമേശിന്റെ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് കമാൽ പാഷ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി നിയമകാര്യ ലേഖകൻ താജുദ്ദീൻ ചേരുന്നു. താജുദ്ദീൻ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? വിശദാംശങ്ങൾ. ബാർക്കോഴ കേസിൽ വിജിലൻസിനെതിരെ കടുത്ത പരാമർശങ്ങളാണ് ഹൈക്കോടതി നടത്തിയത്. കടുത്ത ഭാഷയുള്ള പരാമർശങ്ങളാണ് ജസ്റ്റിസ് ബി കമാൽ പാഷയുടേതായി പുറത്തു വന്നത്. കേരളത്തിൽ ഒരു വിജിലൻസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയമാണെന്ന് കോടതി പറഞ്ഞു. മന്ത്രിമാർക്കെതിരായ കേസിന്റെ അന്വേഷണത്തിൽ യാതൊരു ജാഗ്രതയും പുലർത്തുന്നതായി കാണുന്നില്ല വിജിലൻസ്. ഇത്തരം കേസുകൾക്ക് അന്വേഷണത്തിനായി പ്രത്യേകം സംവിധാനം തന്നെ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് കോടതി കടുത്ത താക്കീത് നൽകി. ഒപ്പം തന്നെ സത്യം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കോടതി കൂട്ടിച്ചേർത്തു. താൻ അടക്കമുള്ള മുഴുവൻ നികുതിദായകർക്കും ഈ രാജ്യത്ത് നടക്കുന്ന അന്വേഷണത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരാനും സത്യാവസ്ഥ അറിയുന്നതിനും അവകാശമുണ്ട് എന്ന് കോടതി കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇത്തരമുള്ള പ്രവർത്തനമാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതെങ്കിൽ കൂടുതലൊന്നും നടക്കാനില്ല എന്ന കടുത്ത പരാമർശങ്ങൾ കോടതി നടത്തുകയായിരുന്നു. വിജിലൻസിന്റെ ബാർക്കോഴ കേസിലെ അന്വേഷണം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് കേസിൽ മന്ത്രി കെ എം മാണിക്കെതിരായ റിപ്പോർട്ട് കേസിൽ തെളിവില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടിന്റെ സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതി ഈ കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. കെ ബാബു തനിക്കെതിരായ അപകീർത്തി കേസ് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് നിയമപരമല്ലെന്നും ചൂണ്ടിക്കാട്ടി ഡോക്ടർ ബിജു രമേശ് ഹൈക്കോടതി സമീപിച്ച് നേരത്തെ സ്റ്റേ സമ്പാദിച്ചിരുന്നു. ഈ സ്റ്റേ നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. സ്റ്റേ ഉത്തരവ് നീട്ടി നൽകിയ കോടതിയാണ് ബാർക്കോഴ കേസിൽ വിജിലൻസിന്റെ അന്വേഷണത്തിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. ഇത്തരമൊരു വിജിലൻസ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കടുത്ത പരാമർശങ്ങളാണ് ജസ്റ്റിസ് ബി കമാൽ പാഷ നടത്തിയത്. അതായത് താജുദ്ദീൻ, ഒട്ടനവധി വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എത്തുന്നത്. അതായത് കെ എം മാണിയും അല്ലെങ്കിൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് അതിനെ എങ്ങനെ ലളിതവൽക്കരിക്കാമെന്ന സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മാണിയെ വീണ്ടും മന്ത്രിസഭയിലേക്ക് എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീക്കം നടത്തുന്ന ഈ ഘട്ടത്തിലാണ് വിജിലൻസിനെതിരെ രൂക്ഷമായ വിമർശനം വരുന്നത്. നിയമപരമായ പരിപ്രേക്ഷ്യത്തോടൊപ്പം തന്നെ അത് കാണേണ്ടതില്ലേ? ഗൗരവമല്ലേ കോടതിയുടെ ഇത്തരം പരാമർശങ്ങൾ? തീർച്ചയായും വളരെ ഗൗരവകരമായ പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വിജിലൻസിന്റെ അന്വേഷണവും വിജിലൻസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. സീസറിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന പരാമർശങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ്, കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങളെ തുടർന്നാണ് മന്ത്രിയായിരുന്ന കെ എം മാണി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരം ഒരു തുടരന്വേഷണം കേസിൽ മാണിക്കെതിരായ തുടരന്വേഷണം നടത്തുന്നതിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് വിജിലൻസ് ഡയറക്ടർ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും വിജിലൻസ് ഡയറക്ടറുടെ ഹർജി തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതിയുടെ തുടരന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും ശരിവെക്കുന്ന ഉത്തരവാണ് ഹൈക്കോടതി നേരത്തെ നൽകിയത്. ഇത്തരത്തിലൊരു തുടരന്വേഷണം നടത്തി വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തലുകൾക്ക് നേരെ ഘടകവിരുദ്ധമായ റിപ്പോർട്ട് നൽകിക്കൊണ്ട് മന്ത്രി മാണിയെ കേസിൽ നിന്നും കുറ്റമുക്തരാക്കുന്ന ഒരു നടപടി ആണ് വിജിലൻസിന്റെ SP ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദ്യത്തെ കണ്ടെത്തലുകൾ നേരെ അട്ടിമറിച്ചിരിക്കുന്നു. കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള അന്വേഷണം നടത്താതെ തന്നെ, അതായത് കേസിൽ പരാതിക്കാരായ ബാർ ഉടമകളുടെ മൊഴി പോലും രേഖപ്പെടുത്താതെ അന്വേഷണ റിപ്പോർട്ട്, മാണിക്ക് അനുകൂലമായ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയും അതിന്റെ നിയമസാധുത കോടതി പരിശോധിക്കുകയും വരുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. ഇങ്ങനെ വിജിലൻസ് കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയമാണെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഈ നിലയാണ് തുടർന്നതെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും വിജിലൻസിന് പകരം. വിജിലൻസിന് വിജിലന്റ് അല്ല വിജിലൻസ് എന്നടക്കമുള്ള പരാമർശങ്ങൾ കോടതി നടത്തുകയായിരുന്നു. ഇത്തരം കേസുകൾക്ക് പ്രത്യേക സംവിധാനം അന്വേഷണത്തിന് വേണ്ടിവരുമെന്ന് കോടതി കടുത്ത താക്കീത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യം അറിയാൻ ജനങ്ങൾക്ക് മുഴുവൻ അവകാശമുണ്ടെന്നും താൻ അടക്കമുള്ള നികുതിദായകർക്ക് ഈ രാജ്യത്ത് നടക്കുന്ന കേസിന്റെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ അവകാശമുണ്ടെന്നും വ്യക്തമാക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ മറ്റ് ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല എന്നും കോടതി തീർച്ചയായും വ്യക്തമാണ്. ശ്രീ താജുദ്ദീൻ, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ജേക്കബ് ജോർജ്, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, സീസറുടെ ഭാര്യ ഇപ്പോഴും ജീവനോടെയുണ്ട്. അങ്ങനെയാണ് കോടതി വിജിലൻസിനെതിരെ രൂക്ഷമായ വിമർശനം വരുന്ന ഘട്ടത്തിൽ. വിജിലൻസ് ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. അതൊരിക്കലും ഒരു കൂട്ടിൽ അടച്ച തത്തയാവരുത്. അതിന്റെ മേൽ ഒരു അധികാര ശക്തി ഉണ്ടാവരുത്. രാഷ്ട്രീയ നേതൃത്വം അതിനുണ്ടാവരുത്. ഒരു ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷെ ഇവിടുത്തെ വിജിലൻസിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും പൊതുജനമധ്യത്തിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു, വിമർശിക്കപ്പെടുന്നു. ഒരു ഘട്ടത്തിലും വിമർശനാതീതമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വിജിലൻസിന് കഴിയുന്നില്ല. തീർച്ചയായിട്ടും എപ്പോഴും വിമർശിക്കപ്പെടുന്നതിന്റെ കാരണം തന്നെ അതാണ്. ഒരു പക്ഷേ
ഹൈക്കോടതി ഇത് കണ്ടിട്ടാവണം ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, അതിന്റെ രാഷ്ട്രീയമായ റിപ്പർക്കഷൻസ് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അതൊക്കെ കേരള സമൂഹത്തിലുണ്ടാവാം, രാഷ്ട്രീയത്തിലുണ്ടാവാം. എങ്കിൽ പോലും ഹൈക്കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ്, ദയവായി താങ്കളും തുടരുക തന്നെ വേണം. ഇപ്പോൾ നമ്മോടൊപ്പം PC ജോർജ് തന്നെ ചേരുകയാണ്. ശ്രീ PC ജോർജ്, അതായത് ഇന്നലെ താങ്കൾ പറഞ്ഞു കോടതിയിൽ വല്ലാത്ത വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു സുകേഷിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വിജിലൻസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങൾ എത്തുന്നത്. വിജിലൻസിന് പകരം അന്വേഷിക്കാനൊരു സംവിധാനം ഒരുക്കേണ്ടി വരും എന്ന കടന്ന പറച്ചിൽ തന്നെയാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അത്രയേറെ വിമർശനമാണ് വിജിലൻസ് നേരിടേണ്ടി വരുന്നത്. അതായത് 4.25 വർഷക്കാലത്തെ ഉമ്മൻചാണ്ടികൾ KM മാണിയുടെയും ഭരണം കൊണ്ട് കേരളത്തിലെ നിയമവ്യവസ്ഥയും ബഹുമാനപ്പെട്ട കോടതിയെ പോലും നോക്കുകുത്തിയാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എത്രയോ വേദനാജനകമാണ്, എത്രയോ പ്രതിഷേധാർഹമാണെന്നാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങനെ പറയുമ്പോ UDF ഒന്ന് ചിരിക്കല്ലേ? എന്താണ് തെളിവെന്ന് ഞങ്ങൾ കാശി പഠിച്ചത് നീ എന്തോ ചെയ്യുന്നല്ലേ ചോദിക്കുന്നത്? മാനാഭിമാനം വേണ്ടേ? നാണവും മാനവും ഇല്ലാത്ത നിലയിലുള്ള പോക്കല്ലേ ഇത്? ആരോട് പറയാൻ കൊള്ളും? ഇപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഒരു ബഹുമാനപ്പെട്ട ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന അഴിമതി നിരോധന വകുപ്പാണ്. ആ വകുപ്പിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ മാധ്യമ സുഹൃത്തുക്കള് അല്ലെ മറ്റേ രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറയുന്നതെല്ലാം കമ്മിറ്റഡ് ആകാണ്. ആര് കമ്മിറ്റഡ് അല്ല സത്യസന്ധമായ കാര്യം പറയുന്നുള്ള ഇവിടുത്തെ പ്രശ്നം. ആളെ ഇല്ലാത്ത നിലയായില്ലേ? ആരെങ്കിലും ഒരുത്തൻ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞ അവനെ കടന്ന കൂട്ടമായിട്ടിരുന്ന് ആക്രമിക്കുന്ന സംവിധാനം, ആക്രമിക്കുന്ന കൂട്ടുനിന്ന് കൊടുക്കുന്ന മാധ്യമങ്ങളും. ഇവിടെ ഏത് പത്രം ഇടുന്ന സത്യം എഴുതാനാണ് പ്രശ്നമല്ലേ? പത്രപ്രവർത്തക കൂട്ടായ്മയിൽ പോലും മായം ചേർക്കപ്പെടുക. അത്ര ചെറുപ്പക്കാരായ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നീതിബോധം ഉണ്ടെങ്കിലും പക്ഷെ ഫലമില്ല. കാരണം എന്താ? പത്രം അവരെന്ത് എഴുതി കൊടുത്താലും വരാൻ പോകുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ പത്രം മുതലാളിയുടെ സൗകര്യം പോലെയാണ്. അതാണ് ശ്രീ PC ജോർജ്, അതായത് വിജിലൻസിന് ഇക്കാര്യങ്ങളിൽ വിജിലന്റ് അല്ല, അല്ലെങ്കിൽ വിജിലൻസിന് വിജിലൻസ് ഇല്ല എന്ന് കോടതി നിരീക്ഷിക്കുന്ന ഘട്ടം. സത്യം അറിയാൻ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നൊക്കെ കോടതി പറയുമ്പോൾ കോടതിക്ക് പോലും പ്രഥമ ദൃഷ്ടിയ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നതും ഒപ്പം പ്രതിപക്ഷം ഉന്നയിക്കുന്നതും താങ്കളടക്കം പറയുന്നതുമായ സംശയങ്ങൾ, ജനങ്ങളിലുള്ള ആശങ്ക കോടതിയിലേക്ക് പകരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് വിജിലൻസ് എന്ന കേവലം ഏജൻസിക്കെതിരെയുള്ള പരാമർശമാണോ അതോ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കൾക്കെതിരെയുള്ള കോടതിയുടെ വിമർശനമായി തന്നെയാണോ ഇതിനെ കാണേണ്ടത്? ശ്രീ PC ജോർജ്, ഇത് യാതൊരു സംശയമില്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെയുള്ള പരാമർശനമല്ലേ? ഒരു ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് പരിമിതികളുണ്ട്, പറയാവുന്ന വാക്കുകൾ പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും ഇതിൽ കൂടുതൽ കടുപ്പിച്ച് എങ്ങനെ വർത്തമാനം പറയും? മാനാഭിമാനവും നാണവും ഉള്ളവർക്കല്ലേ നാണം ഉണ്ടാവും. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നാ കാണിച്ചാലും ഇറങ്ങിപ്പോകാൻ കുത്തിയിരിക്കുന്ന ആളോട് എന്താ പറയാ? ഞാൻ ചോദിക്കട്ടെ, സുകേശന് ആദ്യം കൊടുത്ത റിപ്പോർട്ട് എന്താ? മാണി 15ഉം 10ഉം വെച്ച് രണ്ട് തവണ കാശ് മേടിച്ച വ്യക്തമായ തെളിവുണ്ട്. ബഹുമാന വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുക വ്യക്തമായ തെളിവുണ്ട്, ആ കേസ് ശരി. ബാക്കി കാശ് മേടിച്ചത് 30-ാം തീയതിയാണ് 31-ാം തീയതിയാണ് സംശയമുണ്ട്. അത് തുടരന്വേഷണം നടത്തി കേസ് ജാറ് ചെയ്യാൻ പറഞ്ഞപ്പോ എഴുതി കൊണ്ട് കൊടുക്കുക. ഒരു കുഴപ്പമില്ല, 15ഉം 10ഉം മേടിച്ചത് കളവാ, ചുമ്മാ എഴുതാന്ന് പറയാന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനൊക്കെ ബഹുമാനപ്പെട്ട കോടതി വിളിച്ചു വരുത്തിയിട്ട് അയാളെ പോകാതെ പ്രോസിക്യൂട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? കോടതിക്ക് അതിന് അധികാരമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ തെറ്റ് കാണിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അതിന്മേൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരമുള്ള, വിപുലമായ അധികാരമുള്ള നീതിന്യായ കോടതികളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആ നീതിന്യായ കോടതി ഇപ്പോ ഈ ബഹുമാനപ്പെട്ട ഇല്ലിക്കടൻ ജഡ്ജി അദ്ദേഹം ആര് പറഞ്ഞാലും സ്വാധീനത്തെ വഴങ്ങാത്തത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ആകെ ഒരു നീതിയുള്ളത്. തീർച്ചയായും ശ്രീ PC ജോർജ് ദയവായി തുടരുക, താങ്കൾ പോകരുത് ദയവായി. അതായത് ഇപ്പോൾ നമ്മോടൊപ്പം ബിജു രമേശ് കൂടി ചേരുകയാണ്. ശ്രീ ബിജു രമേശ്, അതായത് 5-ാം തീയതി സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ മൊഴിയെടുത്തത് 7-ാം തീയതി, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വൈരുദ്ധ്യങ്ങളായി ഇന്നലെ താങ്കൾ സുകേഷിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, പങ്കുവച്ചു പീപ്പിൾ TVയിലൂടെ തന്നെ. പക്ഷേ ഇപ്പോൾ കോടതിയിൽ നിന്നെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത വിജിലൻസിനെ ഈ വിഷയത്തിൽ കോടതി രൂക്ഷമായി വിമർശിക്കുന്നതാണ്, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ബിജു രമേശ്, അതായത് ഇത്തരത്തിൽ ഒരു കാര്യം, അതായത് ബാർക്കോഴ CBIയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന അഫിഡവിറ്റ് കൊടുക്കുന്ന വിജിലൻസ് ഡയറക്ടർ അല്ലെങ്കിൽ സർക്കാർ ഇത്തരത്തിൽ ബാബുവിനെതിരെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ പ്രാഥമിക റിപ്പോർട്ട് എന്തുകൊണ്ട് സമർപ്പിക്കുന്നില്ല എന്ന കോടതിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെയുള്ള സത്യവാങ്മൂലം മൂലം സമർപ്പിക്കുന്ന സർക്കാർ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പുറത്തെത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് വിജിലൻസിനെതിരെ കോടതിയുടെ വിമർശനം വരുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ?
കെ എം മാണിയുടെ സാറിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി FIR വിട്ട് കേസ് മുന്നോട്ട് പോയി. ബാബുവിന്റെ കാര്യം വന്നതോടുകൂടിയാണ് ഗവൺമെന്റ് പൂർണ്ണമായി അതിൽ ഇടപെടുകയും മുഖ്യമന്ത്രി അടക്കമുള്ള സ്ഥലത്തു നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് കേസ് അട്ടിമറിക്കാനും നോക്കാൻ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ജേക്കബ് തോമസിനെ മാറ്റുന്നു. ജേക്കബ് തോമസ് ആയിരുന്നു ആ കേസ് കംപ്ലീറ്റ് നോക്കിക്കൊണ്ടിരുന്നത്. ആ മാണിസാറിന്റെ കേസായാലും ബാബുവിന്റെ കേസായാലും ജേക്കബ് തോമസ് ADGP ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അതിൽ നിന്ന് എടുത്ത ചുമതലയിൽ നിന്ന് മാറ്റി അടുത്ത ആളിനെ കൊണ്ട് മാറ്റുന്നു. ആദ്യത്തെ DGP സമ്മർദ്ദം ചെലുത്തുന്നു. ഇതൊക്കെ ഇവിടുത്തെ കേസ് അട്ടിമറിക്കപ്പെടുന്നു. ജനങ്ങൾക്ക് ഇതിനോടുള്ള അവർക്ക് എന്ത് അഴിമതിയും നടത്താം എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാമല്ലോ. കണ്ണൂർ 1 ലക്ഷം മരം മുറിച്ച് വിറ്റായിരുന്നു. അത് CBI 2 വർഷം മുമ്പ് വിജിലൻസിനോട് അന്വേഷിക്കാൻ CBI ആവശ്യപ്പെട്ടായിരുന്നു. ഈ പരാതി CBI എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടു. ഇതുവരെയായിട്ടും ഇത് 1 കോടി മരമാണ് മുറിച്ച് വിറ്റിരിക്കുന്നത്. അതിന്റെ പൈസ എവിടെ പോയി, ആര് കൊണ്ടുപോയി, ഈ മരം ആര് കൊണ്ടുപോയി, പൈസ എവിടെ കൊണ്ടുപോയി എന്നുള്ളതിന്റെ 1 രൂപ പോലും സർക്കാരിന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. രണ്ടാമത് അന്വേഷിക്കാനായിട്ട് കേസ് കൊടുത്തപ്പോൾ അന്വേഷിച്ച അതേ ഉദ്യോഗസ്ഥനെയാണ് കൊണ്ടുവന്നത്. അവർക്ക് അതിലും മരം മുറിച്ചൊക്കെ സമ്മതിക്കുന്നുണ്ട്. ക്യാഷിനെ കുറിച്ച് പറയുന്നില്ല. അത് നേരെ അതിന്റെ നേരെ റിപ്പോർട്ട് സമർപ്പിച്ച അതേ ഉദ്യോഗസ്ഥനാണ് വിജിലൻസിന്റെ DGP തലപ്പത്ത് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിനേക്കാൾ എത്രയോ സീനിയർ ആൾക്കാരുടെ DGP വിജിലൻസിൽ വരാൻ കൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ടല്ലേ ആക്കിയിരിക്കുന്നത്. അതായത് ശ്രീ ബിജു രമേശ്, കോടതിയുടെ ഏറ്റവും പുതിയ പരാമർശം ഇങ്ങനെ വിജിലൻസിന് പകരം ഒരു സംവിധാനം വേണം, അല്ലെങ്കിൽ വിജിലൻസിനെ പോലും തിരുത്തുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം വേണം, അല്ലെങ്കിൽ വിജിലൻസിന് പകരം മറ്റൊരു അന്വേഷണ ഏജൻസി വരണം എന്ന് പറയുമ്പോൾ അത് വിജിലൻസിനോടുള്ള അവിശ്വാസം തന്നെയാണ്. അങ്ങനെയാണ് കോടതിയുടെ പരാമർശങ്ങളെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്നത് പോലെ താങ്കളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതിലേക്കുള്ള ഒരു നിയമ പോരാട്ടത്തിന്റെ തുടക്കമായി ഇതിനെ കാണുന്നുണ്ടോ? അതാണ് അറിയേണ്ടത് ബിജു രമേശ്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഒരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ്. അതാ പറയുന്നത്, സത്യം എന്നായാലും എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരും. ഇത്രയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഈ സത്യം പറയുന്നവരെ പീഡിപ്പിക്കുകയും പറയുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വ്യക്തിപരമായി ഹത്യ ചെയ്യും, വ്യക്തിപരമായി മോശക്കാരനാക്കാനും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും സത്യം പറയാൻ വന്നു കഴിഞ്ഞാൽ അവരെ വ്യക്തിപരമായി ഏതൊക്കെ രീതിയിൽ ഗവൺമെന്റ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ കഴിയുമോ അതൊക്കെയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അവര് ചെയ്തിരിക്കുന്ന നിരവധി കോടിക്കണക്കിന് രൂപയുടെ കഴിവുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ അടിച്ചമർത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. അത് ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കോടതിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ബാർ വിഷയത്തിൽ ഇപ്പൊ 1 കോടി രൂപയുടെ കാര്യം മാത്രമാണ് ഇപ്പൊ ആദ്യം വന്നത്. ഏകദേശം ആദ്യം ഇവിടെ കളക്ട് ചെയ്ത 300ഓളം പേരും ഒരു മൊഴിയെടുത്തപ്പോ അവര് പറയുന്നത് അവർ 3-4 ലക്ഷം രൂപ വെച്ച് അവർ ഓരോരുത്തരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ കോടതി അതാ ചോദിച്ചു, അത്ര വെച്ച് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10-22 കോടി രൂപ കാണണമല്ലോ, അതെവിടെ പോയി എന്ന് അന്വേഷിക്കാൻ സുരേഷിനോട് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒന്നും സുരേഷിന്റെ റിപ്പോർട്ടിൽ പറയുന്നില്ലല്ലോ. 3 കാര്യങ്ങളാണ് സുരേഷിനോട് അന്വേഷിക്കാൻ പറഞ്ഞത്. ആ 3 കാര്യവും സുരേഷിന് അന്വേഷിക്കാതെയാണ് റിപ്പോർട്ട് തിരിച്ച് സമർപ്പിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് കണ്ടെത്തിയ കണ്ടെത്തലുകളെല്ലാം തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ആരോ എഴുതി കൊടുത്ത ഒരു തിരക്കഥയാണ് സുരേഷൻ സമർപ്പിച്ചത്. തീർച്ചയായും അത് താങ്കൾ ഇന്നലെ പറഞ്ഞാണ്. ഇന്നലെ പറഞ്ഞതിൽ എൻ്റെ ഓർമ്മ പദത്തിൽ വരുന്ന ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ ബിജു രമേശ്. അതായത് താങ്കളുടെ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രേഖകൾ സമർപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ അത് സുകേഷിനല്ല നൽകിയിരുന്നത്, ബാബുവുമായി ബന്ധപ്പെട്ട് ഉള്ള അത് ഇതിലേക്ക് എത്തിയതാണ്. അത് തന്നെയാണ് സുകേഷിനല്ല ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിനുള്ള തെളിവായി താങ്കൾ സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ബിജു രമേശ്, കോടതിയുടെ ഈ പറച്ചിലുകളും ഇതുമൊക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും കൂട്ടി വായിക്കേണ്ട കാര്യം, എന്റെ സെയിൽസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ബവറേജസ് കോർപ്പറേഷൻ എടുത്തത് ബാബുവിന്റെ ഓഫീസിൽ നിന്നും 1 മാസം മുമ്പ് അവിടെ വിളിച്ചു പറയും. അവിടുന്ന് ബാബുവിന്റെ ഓഫീസിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്കുമായിട്ട് വളരെ വിളിച്ച് ബഹളം ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് ബിജു രമേശിന്റെ 3 വർഷത്തെ പർച്ചേസ് ഡീറ്റെയിൽസ് വേണമെന്ന്. ആ പർച്ചേസ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് സുകേഷിന്റെ കൈകളിൽ എത്തുന്നത്? സുകേഷിന്റെ റിപ്പോർട്ടിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് അപ്പൊ അത് എഴുതി ഉണ്ടാക്കിയത് ബാബുവിന്റെ ഓഫീസിലെ. അതുമല്ല, മാണിസാറിന്റെ കേസിന്റെ കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു 3 പാരഗ്രാഫ് ബാബു പരിശുദ്ധനാണ്, പരിശുദ്ധ പുണ്യാത്മാവാണെന്ന് എഴുതി തീർത്തുകൊണ്ടാണ് ആ മാണിസാറിന്റെ കേസിന്റെ ഫൈൻഡിങ്സ് സുരേഷിന് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ബാബുവിനെ കുറിച്ച് ഇത്ര സുധീതം പാടേണ്ട കാര്യം എന്താണ്? അപ്പൊ അത് എഴുതി ഉണ്ടാക്കിയത് പിന്നെ ബാബുവാണ് എന്ന് ഉറപ്പാണ്. തീർച്ചയായും ബിജു രമേശ് താങ്കൾ ദയവായി നിലനിൽക്കൂ. ഇപ്പോൾ നമ്മോടൊപ്പം PC ജോർജ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീ PC ജോർജ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എങ്കിൽ അതായത് ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ. താൻ നൽകാത്ത രേഖകൾ, സെയിൽസ് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട്, ഇത് നല്ലൊരു ഫോറൻസിക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് താൻ സമർപ്പിക്കാത്ത സെയിൽസ് ഡീറ്റെയിൽസിൻ്റെ വിഷയങ്ങൾ
ഒരുപക്ഷെ ബാബുവിലൂടെ ബിവറേജസ് കോർപ്പറേഷൻ വഴി ശേഖരിക്കപ്പെട്ടതാണ്. അത് സുകേഷിന്റെ റിപ്പോർട്ടിൽ എത്തുന്നു. സുകേഷിന് അത് ആവശ്യപ്പെട്ടിട്ടില്ല, സുകേഷിന് താൻ നൽകിയിട്ടില്ല. അടിത്തട്ടിൽ ഇത്തരത്തിൽ ലിങ്ക് ഉണ്ട് എന്ന് ഇന്നലെ തന്നെ ബിജു രമേശ് തലയിട്ടടിച്ച് പീപ്പിൾ ടി വിയിലൂടെ ആവർത്തിച്ചതാണ്. ഒരുപക്ഷെ കോടതിയുടെ ഇന്നത്തെ പരാമർശം വിജിലൻസിനെതിരെ വന്ന സാഹചര്യത്തിൽ ഇതൊക്കെ കൂട്ടി വായിക്കണ്ടേ? ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാകുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ബിജു രമേശ് പറയുന്ന സത്യം എങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയും? ആ ബിജു രമേശിനെ പേടിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ഈ ഗവൺമെന്റ് ചെയ്തു? അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലത്ത് പോലുള്ള 5 നില കെട്ടിടം പൊളിക്കാൻ പോയില്ലേ? പൊളിക്കാൻ പോകുക മാത്രമാണോ? അതിന് പരിശുദ്ധ ബാബാ തിരുമേനിയെ പോലും അപമാനിക്കാൻ മടിക്കാത്ത പുതുശ്ശേരിയൊക്കെ ഉണ്ടാ അതിനെതിരെ പരാതി കൊടുപ്പിച്ച് അന്വേഷണം പോരാ, ഉടനെ പൊളിക്കണമെന്നും പറഞ്ഞു KM മണി കൊടുപ്പിച്ചതല്ലേ? ഇങ്ങനെയുള്ള എതിർപ്പുകളെയും ഭീഷണിയൊക്കെ നേരിട്ടുകൊണ്ടാണ് ബിജു രമേശ് ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത്. ഈ സംഭവം പുറത്തു വരാൻ നമ്മുടെ ഈ വിജിലൻസ് റിപ്പോർട്ട് കോടതി കൊടുത്തു എന്ന് മാധ്യമങ്ങളിൽ കിട്ടുന്നതിന്റെ തലേ ദിവസം ഒരു വക്കീലെ ബഹുമാനം, ഒരു വലിയ വക്കീലാണ്, അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു മറിഞ്ഞു, കേസ് തിരിച്ച് റിപ്പോർട്ട് കോടതി കൊടുത്തു കഴിഞ്ഞു, താഴെ പോവാണ്, നാല് രക്ഷപ്പെട്ടു, സത്യപ്രതിജ്ഞയാണെന്ന്. ഞാൻ പറഞ്ഞ എങ്ങനെ സത്യപ്രതിജ്ഞ നടക്കും? ബിജു രമേശന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ചിരിച്ചു പോയാൻ. ബിജു രമേശനെ മറിച്ചു, കെട്ടം പൊളിക്കണ്ടെന്ന് പറഞ്ഞോട് ബിജു രമേശ് എപ്പോഴാണ് മറിഞ്ഞു. അപ്പൊ ഞാൻ എല്ലാരും പറഞ്ഞു എനിക്ക് ഞാൻ മാത്രം ഉള്ളൂന്ന് ചോദിച്ചു. എന്നാൽ ഞാനും കൂടെ അങ്ങ് മറിഞ്ഞു വീഴാം എന്ന് 2 തന്തയ്ക്ക് ഞാൻ അങ്ങ് വിളിച്ചു കൊടുത്തു. ഏതായാലും ബിജു രമേശിന്റെ കമന്റ് പിന്നെ കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായത്, എനിക്ക് സന്തോഷമായി. ഏതായാലും ഒരാളെങ്കിലും സത്യത്തിന് വേണ്ടി മരിച്ചു നിൽക്കുന്നുണ്ടോ? വെല്ലൻകുട്ടി ഒരു കാര്യം ഞാൻ പറയാം, ഈ റെക്കോർഡുകൾ മുഴുവൻ നശിപ്പിക്കുന്ന പോലെ വ്യക്തമല്ല. ശ്രീ പി സി ജോർജ് എന്തോ പറഞ്ഞത് വ്യക്തമല്ല, ഇപ്പോൾ പറഞ്ഞത് വ്യക്തമായില്ല. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അതായത് ബിജു രമേശിനെ നശിപ്പിക്കാൻ ലക്ഷ്യത്തോടുകൂടി നീങ്ങിയല്ലോ. ബിജു രമേശിനെ കെട്ടിടം പൊളിക്കാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി എന്ന് മാത്രമാണോ? നമ്മുടെ പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ ബാബാ തിരുമേനിയെ പോലെ അപമാനിക്കാൻ മടി കാണിക്കാതെ കാശ് മേടിച്ച പുതുശ്ശേരി എന്ന് പറഞ്ഞ ആളാണ് ബിജു രമേശിനെതിരെ പരാതി മാണി കൊടുപ്പിച്ചത്. അത് കേട്ടു. അതിനുശേഷം പറഞ്ഞതാണ് ഏറ്റവും അതിന് സരിതയുടെ കേസെടുത്തോളൂ. സരിതയെ അറസ്റ്റ് ചെയ്ത് അവിടെ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന പെൻഡ്രൈവും മറ്റ് ദൃക്സാക്ഷുകളും ക്യാമറകളും ഒക്കെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നമ്മുടെ വിജിലൻസിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാശമുണ്ട്. ഇതിൽ ഏതെങ്കിലും കോടതി കൊടുത്തു? ഇല്ലല്ലോ. കോടതിയിൽ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നില്ല. ജയിൽ DGP ആയിരുന്ന ആ വലിയ മനുഷ്യൻ കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷൻ പറഞ്ഞു കേട്ട ബോധം കെട്ടില്ലേ? അലക്സാണ്ടർ ജേക്കബ് ആണോ? അലക്സാണ്ടർ ജേക്കബ് സത്യസന്ധമായിട്ട് പറഞ്ഞല്ലോ, 13 പേരുടെ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? അതാണ് തീർച്ചയായും. ശ്രീ പി സി ജോർജ് ദയവായി താങ്കൾ നിലനിൽക്കണം. ഒരിക്കൽ കൂടി ബിജു രമേശ്, താങ്കൾ 16-ാം തീയതി ചേരുന്ന സമയത്ത് കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള വൈരുദ്ധ്യങ്ങളടക്കം, പലരുടെയും മൊഴി രേഖപ്പെടുത്തതടക്കം, രാജ്കുമാർ ഉണ്ണി മൊഴി നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് നൽകാത്ത അടക്കം, 5-ാം തീയതി 7-ാം തീയതിയിലുള്ള വ്യത്യാസം അടക്കം, ബാബുവിൻ്റെ ഓഫീസ് വഴി കിട്ടിയ രേഖകൾ അടക്കമുള്ള വിശദാംശങ്ങളൊക്കെ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കും എന്ന് താങ്കൾ ഇന്നലെ പീപ്പിൾ ടി വിയിൽ പറയുകയുണ്ടായി. ഈ ഘട്ടത്തിൽ വിജിലൻസിനെതിരെ വിമർശനം കൂടി വന്ന ഘട്ടത്തിൽ താങ്കളുടെ നിയമപരമായ നീക്കം എന്തൊക്കെയായിരിക്കും? ഇതുകൂടി ആഡ് ചെയ്യാൻ സാധിക്കുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ പ്ലാൻ ചെയ്യുന്നത് നിയമപരമായി? നിയമപരമായി ഇതിനകത്ത് വന്നിട്ടുള്ള കോൺട്രഡിക്ഷൻസ് ഒരുപാടുണ്ട്. ആദ്യത്തെ റിപ്പോർട്ടും രണ്ടാമത്തെ റിപ്പോർട്ടും തമ്മിൽ ഓരോ പാരഗ്രാഫ് എടുക്കുമ്പോൾ അതിനകത്ത് കോൺട്രഡിക്ഷൻ ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ആ രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. ഈ സുകേശൻ എന്റെ റിപ്പോർട്ട് ആദ്യത്തെ മൊത്തം എത്രയോ പേജുകൾ എഴുതിയിട്ടുണ്ട്, എത്രയോ മൊഴികൾ സുകേശൻ എഴുതിയിട്ടുണ്ട്. അതുമായിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇതിലെഴുതിയിരിക്കുന്നത്. അപ്പം ഈ എഴുതുന്ന ആള് ഇത് തന്നെ സുകേശന്റെ എഴുതിയ സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് തന്നെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന സുകേശൻ അല്ല എന്ന് വളരെ വ്യക്തമാണ്. അത് വായിക്കുമ്പോൾ തന്നെ ആരോ എഴുതി കൊടുത്ത് സുകേശനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ സുകേശൻ 7-ാം തീയതി ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് അതിനകത്ത് പറയുന്നത്. ഫൈനൽ റിപ്പോർട്ട് 7-ാം തീയതി കൊടുത്തെങ്കിൽ 5-ാം തീയതി കൊടുത്തുവെങ്കിൽ സുകേശൻ എന്തിനാണ് 7-ാം തീയതി വന്ന് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരുന്നത്? അപ്പൊ 7-ാം തീയതി പോലും സുകേശൻ അറിയില്ല ഫൈനൽ റിപ്പോർട്ട് DGPയുടെ കയ്യിൽ എത്തിക്കഴിയുമെന്ന് അറിയില്ല. അപ്പൊ ആരോ ഇത് കംപ്ലീറ്റ് എഴുതി ഉണ്ടാക്കിയ തിരക്കഥ ഈ സുകേശനെ കൊണ്ട് അവസാനം ഒപ്പിടിപ്പിട്ട് കൊടുത്തതാണെന്നാണ് എന്റെ ഇപ്പോഴുള്ള ബലമായിട്ടുള്ള വിശ്വാസം. അല്ല സുകേശൻ ഒരിക്കലും ഇത്രമാത്രം ഈ അബദ്ധങ്ങൾ തന്നെ സ്വമേധയാൽ എഴുതി പിടിപ്പിക്കുമെന്ന് എനിക്ക് യാതൊരു സംശയവും, എനിക്ക് വളരെ ബലത്തെ സംശയം തോന്നുന്നു. ഒന്നുകിൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിരിക്കണം ഇങ്ങനെ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരോ എഴുതിയതിന് അദ്ദേഹം ഒപ്പിടേണ്ട സമ്മർദ്ദത്തിന് വഴങ്ങി ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ ബിജു രമേശ്, മാണിക്കെതിരായ പോരാട്ടം ഏതാണ്ട് പകുതി വിജയത്തിലെത്തിയ ഘട്ടത്തിൽ ബാബുവിനെതിരെയുമുള്ള പോരാട്ടം പകുതി വിജയത്തിലേക്ക് തന്നെ എത്തും
എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണങ്ങളെ കാണുന്നത്. അങ്ങനെ കാണാമോ, അങ്ങനെ പറയാമോ? അവരിപ്പോ പറയുന്നത് മറ്റേ ഞാൻ ചെന്ന വിജിലൻസ് ഉദ്യോഗസ്ഥനായ രമേശ് ഉൾപ്പെടെ പറയുന്നത്, നിങ്ങൾ പൈസ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ജയിലിൽ അടയ്ക്കേണ്ട അവസ്ഥയുണ്ടാവും, അതിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ, നിങ്ങളെന്തിനാ ഇത് പറയുന്ന, നിങ്ങൾ കൊണ്ടുപോയി കൊടുത്ത കാര്യം അത് ഒഴിവാക്കിക്കൂടെ എന്നാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി കൊടുത്തത് സത്യമാണ്. ഞാൻ അസോസിയേഷൻ റെപ്രസെന്റേറ്റീവ്, ഞാൻ മാത്രമല്ല, ഞങ്ങൾ 3 പേരായിട്ടാണ് ഈ ക്യാഷ് കൊണ്ടുപോയി കൊടുത്തത്. അതിന് കോടതി ഇപ്പോൾ അതിന് ശിക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അതിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അത് എഴുതിയതിനു ശേഷമേ ഞാൻ ഒപ്പിടുകയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ബലം പിടിച്ചിട്ടാണ് അതുപോലും എഴുതിയത്. എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കുറ്റക്കാരനായിട്ട് കേസെടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ എനിക്കൊരു എഫ്ഐആർ ഇട്ടില്ല, എന്തുകൊണ്ട് കേസെടുത്തില്ല? അപ്പൊ പറഞ്ഞ് വരുന്നവരെല്ലാം ഇപ്പൊ ബാക്കിയുള്ള മാറുകാരെയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്, അവര് പൈസ കൊടുത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരെ പേർക്ക് എഫ്ഐആർ ഇട്ട് അവരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് അവരെ പേർക്ക് കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്നത്, അവർ ജയിലിൽ പോവും, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള ഭയപ്പാടാണ് ഇവരിപ്പോ ഉണ്ടാക്കുന്നത്. അതിനൊരു വ്യക്തമായൊരു നിയമോപദേശം കോടതിയിൽ നിന്നോ കിട്ടുകയാണെങ്കിൽ അവർ മൊഴി പറയാൻ എല്ലാവരും തയ്യാറാണ്. അതാണ് തീർച്ചയായും ആ കാര്യം കൂടി നമുക്ക് പി സി ജോർജിനോട് ചോദിച്ച ശേഷം ചർച്ച നടത്താം. ഒരു കാര്യം കൂടി, അതായത് ധനേഷിൻ്റേത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തെത്തുമ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി, ഒരുപക്ഷെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുകയായിരുന്നു എന്ന ഒരു നിയമവശം കൊണ്ടുവന്നാൽ ഒരുപക്ഷെ കൈക്കൂലി കൊടുക്കുന്നു എന്നതിന്റെ കേസ് താങ്കൾക്ക് ഒഴിവാകില്ലേ? ഭീഷണിപ്പെടുത്തിയാണല്ലോ പൈസ മേടിക്കണം. തീർച്ചയായും അതറിയാൻ വേണ്ടി മാത്രമാണ് ചർച്ച അവസാനിപ്പിക്കുന്നത്. ശ്രീ പി സി ജോർജ്, അതായത് ഇത്തരത്തിൽ ഇവർക്ക് നിയമപരമായി കേസിൽ കൊടുക്കില്ല എന്ന സുരക്ഷിതത്വം ലഭിക്കുകയാണ് എങ്കിൽ ധനേഷ് അടക്കമുള്ള നിർണായകമായ അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് ഒരുപക്ഷെ സുകേഷ് എടുക്കാതെ പോയതെന്ന് അടക്കം പറയുന്നുണ്ട്. ആ നിർണായകമായ മൊഴി അടക്കം വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തെത്തുമെന്നുണ്ട്. ഒരുപക്ഷെ കോടതി വിജിലൻസിനെ വിമർശിച്ച ഈ ഘട്ടത്തിൽ ധാർമ്മികമായി കൂടി സർക്കാർ അത്തരത്തിലേക്ക് നീങ്ങേണ്ട ആവശ്യകത ഉണ്ടായിരിക്കുകയല്ലേ? പ്രതിപക്ഷ ഭാഗത്ത് നിൽക്കുന്ന ഇവരുടെ അടക്കം പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ സജീവമായാൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ? പി സി ജോർജ്. രമേശ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരിട്ട് കാശ് ബാബുവിന് കൊടുത്തെന്നു. അപ്പൊ കാശ് കൊടുത്തെന്ന് പറയുന്നത് ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുസരിച്ച് കുറ്റകരമാണ്, ശിക്ഷ കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് വി രമേശിന്റെ പേര് കേസെടുക്കാത്ത? വി രമേശോട് സ്നേഹമല്ല വൈരാഗ്യമാണ് ഇവർക്ക്. കേസെടുക്കാത്ത എന്താ? വി രമേശിന്റെ പേര് കേസെടുത്താൽ, കാശ് കൊടുത്തോണ്ട് പേര് കേസെടുത്താൽ മേടിച്ചോണ്ട് പേര് എന്ത് ചെയ്യണം? മേടിച്ചോണ്ട് പേര് ഡബിൾ കേസല്ലേ വരുന്നത്. അവൻ ഭീഷണിപ്പെടുത്തിയാണ് കാശ് വാങ്ങിയത് എവനാണെങ്കിലും. ആ നിലയ്ക്ക് ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിയാലും കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാണ്, അറിഞ്ഞുകൊണ്ട് തെറ്റ് തന്നെ ചെയ്യുന്നു. അപ്പോൾ ശിക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ആ ഒരു നിയമം ഉള്ളത് കൊണ്ടാണ് പല ബാർ ഓണേഴ്സും ഇന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ മടിച്ചു നിൽക്കുന്നത്. ആദ്യം അവരെ പിടിക്കില്ല എന്നുള്ള ഭയമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ജനങ്ങളുടെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുന്നില്ല. ജനകീയ കോടതി മുമ്പിൽ അവർ നിരപരാധികളായി മാറും. കാരണം അവരുടെ ബിസിനസ് നിലനിൽക്കാൻ വേണ്ടി ഈ മന്ത്രിമാരും അധികാരവർഗം കാശ് ചോദിച്ചപ്പോൾ കൊടുക്കേണ്ടി വന്നു. അത് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ കോടതിക്ക് വേണമെങ്കിൽ അവരെ വെറുതെ വിടാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. തെറ്റ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്താൽ, അറിയാതെ തെറ്റ് ചെയ്താൽ രണ്ട് തെറ്റില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും തെറ്റ് തന്നെയാണ്. നിയമം അറിഞ്ഞിരിക്കണം. പക്ഷേ അധികാരവർഗം, മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ കാശ് വേണമെന്ന് പറഞ്ഞാൽ പേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പൗരനെ ശിക്ഷിക്കാൻ കോടതി തയ്യാറാകും? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഉറച്ച നിലപാട് സ്വീകരിച്ചവർ പോയാൽ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് അവർക്ക് റിലീഫ് കിട്ടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.